സുരേഷ് സാർ നമസ്കാരം. ബ്രിട്ടനില് നമസ്കാരം, വലിയ നമസ്കാരം. കലാപം നടക്കുകയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാലോ. ബംഗ്ലാദേശിൽ കലാപം നടക്കുകയാണ്, ശ്രീലങ്കയിൽ കലാപം നടന്നു, ബ്രിട്ടനിൽ കലാപം നടക്കുകയാണ്, പാകിസ്ഥാൻ പിന്നെ പറയണ്ട, പടുകുഴിയിലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയാണ് എല്ലാവർക്കും ലോകത്ത് സമാധാനമില്ലാത്ത രാജ്യം എന്ന് പറയുന്നത്. നമ്മളിവിടെ നമ്മുടെ റേഷൻ കടയും നമ്മുടെ സൈക്കിളും നമ്മുടെ ചെറിയ ചെറിയ ചായക്കടയിലുള്ള ടോക്സും നമ്മുടെ എന്താ പറയാ രസകരമായിട്ടുള്ള ജീവിത സാഹചര്യത്തിലൊക്കെ നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് ഇന്ത്യയാണ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ നമ്മൾ 116 സ്ഥാനത്താണ്, പീസ് ഇൻഡെക്സിൽ 144 സ്ഥാനത്താണ്, അങ്ങനെ പല പല സ്ഥാനത്താണ് നമ്മൾ. പക്ഷേ ഈ ഇൻഡെക്സിലൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ബംഗ്ലാദേശ് 100ാം സ്ഥാനത്തുണ്ട്, ബ്രിട്ടൻ 34ാമത്തെ സ്ഥാനത്തുണ്ട് ഹാപ്പിനെസ് ഇൻഡെക്സിൽ. ഇവർക്ക് ഹാപ്പിനെസ് തുളുമ്പിയിട്ട് ഇപ്പൊ ബ്രിട്ടൻ ഇരിക്കാൻ വയ്യ. അവിടെയാണെങ്കിൽ ആ, ചൂടുകാടായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യം, യൂറോപ്പ് വൈകാതെ തന്നെ ചുടുകാടായി മാറും. അതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാലോ, അഭയാർത്ഥി പ്രശ്നമാണ്, കുടിയേറ്റങ്ങളാണ് ബ്രിട്ടനിൽ വലിയൊരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പോളണ്ട് പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ കേറ്റില്ല മക്കളെ, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരണ്ട, ഒന്നും നോക്കണ്ട, കേറ്റണ്ട, അടിയും തന്ന് ഓട്ടിക്കും എന്നാണ് പോളണ്ട് പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോ പ്രശ്നം എന്താ പറ്റിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആദ്യത്തെ ചോദ്യം, BBC എന്താ പറയുന്നതെന്നാണ് എന്റെ ആദ്യത്തെ ചോദ്യം. കാരണം ഈ BBC നമ്മുടെ ബ്രിട്ടീഷുകാരന്റെ സംഭവമാണല്ലോ, ബ്രിട്ടീഷ് ദേശാഭിമാനിയാണല്ലോ. അപ്പൊ ഇവിടെ ഉത്തരേന്ത്യയിൽ ഒരു കാക്ക കറണ്ടടിച്ച് ചത്തുപോയാൽ BBC ഉടനെ പറയും, അയ്യോ ഉത്തരേന്ത്യയിൽ കാക്ക കറണ്ടടിച്ച് ചത്തു, അതുകൊണ്ട് ഹാപ്പിനെസ് ഇൻഡെക്സ് ഒക്കെ താഴെ പോയി, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഏറ്റവും അരാജകവാദികളുടെ രാജ്യമാണ് എന്നൊക്കെ പറയും. ആഭ്യന്തര ശത്രുക്കൾ അതിന് കൂടെ പിടിക്കും. ഇങ്ങനെയാണ് സാഹചര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ BBC എന്താണ് പറയുന്നത് എന്ന് നമുക്കറിയണം. ബ്രിട്ടൻ ചുടുകാടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മാത്രം അവിടെയുള്ള 38 നഗരങ്ങളിലാണ് കലാപാഹ്വാനം നടന്നിരിക്കുന്നത്. ഈ കലാപാഹ്വാനം നടന്നിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ബ്രിട്ടനിൽ നടക്കുന്ന കലാപം, അതിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ സാറിനറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് അവിടെ 3 കുട്ടികളെ, അതായത് ബ്രിട്ടീഷ് സ്വദേശികളായിട്ടുള്ള കുട്ടികളെ കുത്തിക്കൊല്ലുന്ന സാഹചര്യത്തിൽ ഈ കുത്തിക്കൊല്ലുന്ന ചെക്കൻ 17 വയസ്സിന് താഴെയുള്ളവനായതുകൊണ്ട് അവന്റെ പേര് പുറത്തു പറയാൻ പറ്റില്ല. അവന്റെ പേര് പുറത്തു പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ബ്രിട്ടനിലെ അവിടെയുള്ള എന്താ പറയാ കുറെ തീവ്ര പക്ഷ ആൾക്കാർ അതൊരു മുസ്ലിം കുട്ടിയാണ് എന്ന് പ്രചരിപ്പിക്കുന്നു. അപ്പൊ മുസ്ലിങ്ങൾക്ക് അവിടെ സ്ഥാനമില്ലാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അവർക്ക് വൈരാഗ്യമുള്ളത് കൊണ്ട് തന്നെ നാട്ടുകാരെല്ലാം അത് ഏറ്റെടുക്കുന്നു. റോഡിൽ കാണുന്ന മുസ്ലിംസിനെ എല്ലാം വലിച്ചു വാരിയിട്ട് അടിക്കുന്നു, ഉപദ്രവിക്കുന്നു. അതിൽ നമ്മുടെ ഇന്ത്യൻ മുസ്ലിംസും ഉണ്ട്, മലയാളികളൊക്കെ അറഞ്ചും പുറഞ്ചും തല്ലുകൊള്ളുന്നുണ്ട്. പോരാത്തതിന് അവിടെ കലാപം വ്യാപിച്ചു വരുന്നു. അവസാനം കോടതി തന്നെ പറഞ്ഞു ഇവിടെ ആ പേരങ്ങ് പറഞ്ഞേക്കുന്നു പറഞ്ഞു. അവസാനം പേര് പറഞ്ഞപ്പോൾ ഒരു റുവാണ്ടക്കാരനായിട്ടുള്ള അലക്സിസ് എന്ന് പറയുന്ന ഒരു ആക്സിസ്, അങ്ങനെ ഒരു ചെക്കനാണ് അവിടെ ഈ സംഭവം നടത്തിയിരിക്കുന്നത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോ ഇന്നത്തെ ആ ഒരു സാഹചര്യം വെച്ചിട്ട് ആ പേര് പുറത്തു വന്ന ശേഷവും കലാപം അങ്ങോട്ട് ശമിക്കുന്നില്ല. നമ്മൾ ബംഗ്ലാദേശിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വിദ്യാർത്ഥികളാണ് പാവപ്പെട്ടവര് പ്രക്ഷോഭം നടത്തുന്നത്. ഈ പാവപ്പെട്ടവര് അവരുടെ സംവരണ വിഷയത്തിന് വേണ്ടി, ന്യായമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി പ്രക്ഷോഭം നടത്തുകയാണ്. ആ സംവരണം എല്ലാം അവർ പറഞ്ഞ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചു. ഷേഖ് ഹസീന അവിടെ നിന്ന് പറന്നും കഴിഞ്ഞു, അവരുടെ ഭരണവും പോയി. പക്ഷേ ഈ വിദ്യാർത്ഥികൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടെ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം തിരിച്ചുവിട്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് അവിടുത്തെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇവിടെയും സമാനമായിട്ടുള്ള സാഹചര്യമാണ്. അതായത് ഈ ചെക്കന്റെ പേര് പുറത്തു വന്നവന് മുസ്ലിം എല്ലാം തെളിഞ്ഞു കഴിഞ്ഞെങ്കിലും അവിടെ മുസ്ലിങ്ങൾക്കെതിരെ വലിയ രീതിയിൽ കലാപം, പള്ളി ആക്രമിക്കപ്പെടുന്നു, സായിപ്പന്മാരെല്ലാം കൂടെ താറുടുത്തിറങ്ങിയിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഈ ഈ കലാപം പതിയെ പതിയെ ഒരു ഏഷ്യൻ വിരുദ്ധ കലാപമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ സായിപ്പിന്റെ ഉള്ളിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യക്കാർ, അതായത് തൊലിയുടെ നിറം, ഈ നമ്മളെ പോലുള്ള സ്കിന്നുള്ള ആൾക്കാര്, തൊലിയുടെ നിറം, ഇതൊക്കെ വെച്ചിട്ട് അവരെല്ലാവരും മനസ്സിലാക്കുന്നത് ഇവരെല്ലാം കുടിയേറ്റക്കാരാണെന്നും ഇവരെല്ലാം വന്ന ആൾക്കാരാണെന്നും ഇവരെല്ലാം വലിയ രീതിയിൽ എന്താണ് നമ്മളെ നശിപ്പിക്കാൻ കുടിയേറ്റക്കാരായിട്ട് വന്ന ആൾക്കാരാണെന്നുമാണ്. ഇപ്പൊ ബ്രിട്ടീഷുകാർക്കിടയിൽ തന്നെയുള്ള ഒരു സംസാരം, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ, ഇന്ത്യക്കാർക്ക് രക്ഷപ്പെടാനുള്ള ഒരു സംസാരം അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ ചരടുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മതചിഹ്നങ്ങളോ നിങ്ങൾ കെട്ടിക്കൊള്ളുക, അങ്ങനെയാണെങ്കിൽ കലാപകാരികൾ നിങ്ങളെ ആക്രമിക്കില്ല എന്നുള്ള രീതിയിൽ. ഞാനിത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത്ര വലിയ രീതിയിൽ അവരുടെ സന്തോഷം കുതിച്ചുയർന്നിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോ അതിന്റെ ആദ്യത്തെ ചോദ്യത്തിന് തുടങ്ങാം. ഈ BBC ഇപ്പൊ എന്താ പറയുന്നത്? നരേന്ദ്രമോദി ഇവിടെ വംശഹത്യ നടത്തുന്നു, ഉത്തരേന്ത്യ കാക്ക കറണ്ടടിച്ചാവുന്നു എന്നൊക്കെ പറഞ്ഞ BBC ഇപ്പൊ എന്താ പറയുന്നത്? BBC പറയുന്ന അവര് തഗ്സ്, അതിന്റെ അർത്ഥം ഗുണ്ടകളാണെന്ന്. അവരെ പ്രധാനമന്ത്രി ഉണ്ടാക്കിയ ഒരു വാക്കാണ് റൈറ്റ് വിങ് തഗ്സ്. നമ്മുടെ അവിടെ അതേ സമയത്ത് ഉത്തർപ്രദേശ് ഏതെങ്കിലും ഒരുത്തന്നെ ഒരു വണ്ടി ഇടിച്ചോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി മട്ടൺ കൊണ്ടുപോകുമ്പോൾ പിടിച്ചു കഴിയുമ്പോൾ, ബീഫ് കൊണ്ടുപോകുമ്പോൾ പിടിച്ചു കഴിയുമ്പോൾ അവർ പറയുന്നത് റൈറ്റ് വിങ് എക്സ്ട്രീമിസ്റ്റ്, ഹിന്ദു എക്സ്ട്രീമിസ്റ്റ്. പക്ഷെ അവിടുത്തെ റിലീജിയൻ നമുക്കറിയാലോ, ബ്രിട്ടനിലെ മെജോറിറ്റി റിലീജിയൻ പ്രൊട്ടസ്റ്റന്റ് ആണ്, കാത്തലിക്സ് അല്ല, പ്രൊട്ടസ്റ്റന്റ്സ് ആണ്. പക്ഷെ അവർ പ്രൊട്ടസ്റ്റന്റ് എന്ന് പറയില്ല കേട്ടോ. അവർ പറയുന്നത് റൈറ്റ് വിങ് തഗ്സ്. അവരുടെ പ്രധാനമന്ത്രി അതന്നെ പറയും, ഇവരൊക്കെ ഗുണ്ടകളാണ്.
പക്ഷെ അതേ സമയത്ത് കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് വലിയൊരു പ്രക്ഷോഭം ഉണ്ടായിരുന്നപ്പോൾ അത് മുസ്ലിംസിന്റെ വകയായിരുന്നു. അപ്പൊ പേരൊന്നും പറഞ്ഞില്ല കേട്ടോ. അപ്പൊ തഗ്സ് ഒന്നും പറഞ്ഞു, അത് പ്രൊട്ടസ്റ്റ് ആയിരുന്നു, അത്രയേ ഉള്ളൂ, ഡെമോക്രാറ്റിക് പ്രൊട്ടസ്റ്റ് ആയിരുന്നു. ഇപ്പൊ ബ്രിട്ടീഷ് ഗവൺമെന്റ് തന്നെ സമ്മതിച്ചു അവരൊരു 2-tier പോലീസിംഗ് ആണ് നടത്തുന്നത്. അപ്പൊ ഈ സംഭവം നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കണം, എന്താണ് ഈ 2-tier പോലീസിംഗ്. ഇത് ക്യാബിനറ്റ് മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവരൊരു ഒരു എമർജൻസി ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ട്, കോബ്ര മീറ്റിംഗ് എന്നിട്ടാണ് അതിന്റെ പേര്. പോലീസും ഗവൺമെന്റും മന്ത്രിമാരെല്ലാം കൂട്ടുന്നുണ്ട്. അപ്പൊ അതിൽ ഡിസ്കസ് ചെയ്ത 2-tier, അതിന്റെ അർത്ഥം ഈ ഈ മുസ്ലിം ആൾക്കാരെ ആക്രമിക്കുന്നവരെ അടിച്ച് പിടിച്ച് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിലിട്ട് കേസ് ഇടുക. അതേ സമയത്ത് അവര് വന്ന് കുഴപ്പമുണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ പോലീസുകാരെ അവിടെ നിന്ന് മാറി നിൽക്കുക, നിങ്ങൾ കണ്ടുപോകരുത് അവിടെ. ഇത് ഇന്നലെ നടന്നതാണ്, ഇന്നലെ ഓപ്പൺ ആയിട്ട് നടന്ന, ഇന്നലെ വലിയ അവിടുത്തെ എല്ലാ മീഡിയയിലും ചർച്ചയുണ്ട്. പക്ഷെ പറഞ്ഞത് BBC ബാക്കി കുറച്ച് മീഡിയകളൊന്നും ഉണ്ടില്ല. പക്ഷെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കുറെ യൂട്യൂബ് ചാനൽസ് ഞാൻ കാണുന്നുണ്ടായി. ഞാൻ ഇൻഫാക്ട് അവിടെ നിന്ന് വന്നൊരു ബ്രിട്ടനിൽ നിന്ന് വന്നൊരു ഒരു ആക്ടിവിസ്റ്റ് ഉണ്ട്. ആക്ടിവിസ്റ്റ് അല്ല, അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടി കൺസർവേറ്റീവിന്റെ ഒരു മെമ്പർ അവിടെ ഉണ്ട്, ഇന്ത്യക്കാരത്തിയാണ്. അവരായിട്ട് വർത്താനം, അവർ 20 കൊല്ലമായിട്ട് UK സിറ്റിസൺ ആണ്. അവർ പറഞ്ഞ ഞാനവിടെ 2 ആഴ്ചക്ക് വന്നിട്ട് 2-3 ആഴ്ചക്ക് വേണ്ടി ഹൈദരാബാദ് വന്നതാണ്. അവരെ സ്വന്തം വീടൊക്കെ അവരോട് വാങ്ങിച്ചത്. പക്ഷെ എനിക്കിപ്പോൾ തിരിച്ചു പോകാൻ പേടിയാവും. നമ്മൾ ഹാപ്പിനെസ് ഇൻഡെക്സിൽ നമ്മളെവിടെയോ കിടക്കുന്ന രാജ്യമാണ്. നമ്മുടെ അവിടെ അവർക്ക് കുഴപ്പമില്ല, പക്ഷെ തിരിച്ചു അവർക്ക് പേടിയാണ്. ഈ നടന്ന ഇൻസിഡന്റ് നമുക്കറിയാം, 3 പിഞ്ചു കുട്ടികളാണ് കുത്തിക്കൊന്നത്. അവരൊരു യോഗ ക്ലാസ്സിന് വന്നതാണ്, ഡാൻസും യോഗ ക്ലാസ്സിന് വന്നതാണ്. ഈ പറഞ്ഞ മാതിരി ഒരു റുവാൻഡൻ പയ്യനായിരുന്നു, അവനാണ് കുത്തിക്കൊന്നത്. ആദ്യം പേര് പറയാൻ പാടില്ല എന്നാണ്, പിന്നെ പേര് പറഞ്ഞു. ഈ പേര് പറയാണ്ടിരിക്കാൻ കാരണം തന്നെ അവര് വേറെ ഒന്നല്ല, അത് അപ്പോഴത്തേക്കും അവിടുത്തെ ആൾക്കാരെല്ലാം കെട്ടിപ്പറ്റി ഇത് മുസൽമാനാണ്, ഇവനെ നമുക്ക് അടിച്ച് ശരിയാക്കണം എന്നാണ്. അവസാനം കണ്ടുപിടിച്ച അവന് റുവാൻഡയിൽ നിന്ന് വന്ന ഒരു പയ്യനാണ്. അവൻ്റെ അച്ഛൻ അവിടെ പണ്ടൊരു വലിയ കലാപം നടന്നു, ഓർമ്മയുണ്ടാവും ധനുഷിന്. റുവാൻഡയിൽ കുറെ പേരെ കുത്തിക്കൊന്നു. അവിടെ 2 കമ്മ്യൂണിറ്റീസ്, നമ്മുടെ അവിടുത്തെ ഈ പറഞ്ഞ കുക്കീസും മെയ്റ്റീസുമാരും അവിടെ അടിയായിരുന്നു. അതിൽ കുറെ പേര് കൊല്ലപ്പെട്ടു. അതിലൊരു മെയിൻ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളായാണ് ഈ പേഴ്സൺ. അവിടുന്ന് രക്ഷപ്പെട്ട് വന്ന് ബ്രിട്ടനിൽ വന്ന് സെറ്റിൽ ചെയ്തു. ആലോചിച്ച് നോക്കും, ഒരു ക്രിമിനൽ. അതാണ് നമ്മുടെ വിജയ്മാലയും നീരവ് മോഡിയൊക്കെ അവിടെ ഇരിക്കുന്നത്. ഇവിടുത്തെ ലോകത്തെ എല്ലാ കള്ളന്മാരും അവിടെ വന്നിരിക്കും, ബ്രിട്ടനിൽ വന്നിരിക്കും. ബ്രിട്ടീഷ് ഗവൺമെന്റ് പ്രൊട്ടക്ഷൻ കൊടുക്കുമായിരുന്നു. അപ്പൊ ഈ പയ്യൻ അത് കഴിഞ്ഞിട്ട് അവിടെ ജനിച്ചു. അവിടുന്ന് സിറ്റിസൺ തന്നെയായി ഓട്ടോമാറ്റിക്കായിട്ട്. അവനാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തെടുത്തേക്കുന്നത്. അവൻ്റെ എനിക്ക് ഇന്നോ നാളെ 18 വയസ്സാവും. അപ്പോൾ അവനെ ഒരു മേജറായിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. പക്ഷെ അവൻ്റെ നേരെ വല്ലാത്ത സന്താപം, അയ്യോ സന്താപമാണ്, പറയണ വേണ്ട. ബ്രിട്ടീഷ് ഗവൺമെന്റ് പറയണ കേട്ടെന്ന് തോന്നുന്നു, അവനേതോ നോബൽ പീസ് പ്രൈസിന് അവനെ നോമിനേറ്റ് ചെയ്യുക എന്നുള്ള മാതിരി വർത്തമാനം പറയുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റ് പ്രോബ്ലം ധനുഷേ അവിടെ ഇമിഗ്രേഷനാണ്. അവിടെ കൂടിയേറി വന്ന ആൾക്കാരാണ്. ബ്രിട്ടനിൽ ഒരു സിസ്റ്റം ഉണ്ട്, നിങ്ങൾ ജോലി ചെയ്തില്ലെങ്കിലും നിങ്ങൾക്കൊരു 3000 പൗണ്ടൊക്കെ തരും ഒരു മാസം. 3000 തൊട്ട് 5000, അത് എത്ര ഫാമിലിക്കാരുണ്ട് അത്ര പേർക്ക് കിട്ടും. അതിൻ്റെ അർത്ഥം നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾ വീട്ടിലിരുന്നാൽ മതി, നിങ്ങൾക്ക് കാശ് കിട്ടും. രാഹുൽ ഗാന്ധി അവിടെ പറഞ്ഞുണ്ടാക്കിയത് അതേ മോഡലാണത്. അപ്പോൾ നിങ്ങൾ എന്ത് പറയും, ചൈനക്കാർ വന്നു ഞങ്ങളുടെ ജോലിയെല്ലാം എടുത്തുകൊണ്ട് പോയി എന്ന് പറയും. പക്ഷേ ഇത് കണ്ടിരുന്ന ബ്രിട്ടീഷുകാർക്ക് അവസാനം ദേശം അവർ കൊടുക്കുന്ന ടാക്സ് എന്നാണ് ഇവർക്ക് ഈ പരിപാടിയൊക്കെ കൊടുക്കുന്നത്. അവർ പറഞ്ഞു കുറേ ആയിക്കഴിഞ്ഞാൽ മതി, ഇനി ഈ പരിപാടി നിർത്താം. ബിക്കോസ് ഇവരിപ്പോൾ ഒരു മെജോറിറ്റി ആയി വരെ വെറുതെ അല്ല. ഇപ്പോൾ US വൈസ് പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ഉണ്ടല്ലോ, നമ്മുടെ ട്രംപിന്റെ ജൂനിയർ ആയിട്ടുള്ള വാൻസ്, അദ്ദേഹം പറഞ്ഞു ബ്രിട്ടൻ ആദ്യത്തെ ഇസ്ലാമിക് രാജ്യമാവും, ന്യൂക്ലിയർ ബോംബുള്ള ഇസ്ലാമിക് രാജ്യമാവും. അതൊരു വലിയൊരു ലോഡഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. എവിടെ 5%, 10%, 14, 20, 30, 40% ചില സിറ്റീസിൽ എത്തിക്കഴിഞ്ഞു മുസ്ലിം പോപ്പുലേഷൻ. ഇത് കണ്ടിരിക്കുക അവരെ കൊണ്ട് പറ്റുന്നില്ല. ഇപ്പോൾ ധനുഷ് ഓർമ്മയുണ്ട്, നമ്മുടെ ഇന്ത്യൻ എംബസി അറ്റാക്ക് ചെയ്താണ് ഖാലിസ്ഥാനിക്കാർ. അന്ന് പോലീസ് നോക്കി നിന്നു, ഒന്നും ചെയ്തില്ല. പക്ഷെ ഇപ്പോഴത്തെ അടിപിടിയിൽ അവർ അടിക്കുക, വൈറ്റ്. അപ്പോൾ ബ്രിട്ടീഷുകാർ പറഞ്ഞാൽ ഞങ്ങളെ തല്ലാൻ നിങ്ങൾക്ക് പറ്റും, മറ്റേ സൈഡിലുള്ള പാർട്ടികൾ നിങ്ങൾ തൊടുന്നില്ല, എന്നാൽ ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഈ സ്ട്രാമർ വന്നിട്ട് ഇപ്പോൾ 2-3 ആഴ്ചയായിട്ടുള്ളൂ. ഇപ്പോൾ ഋഷി സുനക്ക് കറക്റ്റായിട്ട് പറഞ്ഞു, ഇയാൾ വന്നു കഴിഞ്ഞാൽ എവിടെ കലാപം എല്ലാം ഉണ്ട്. അപ്പോൾ ആദ്യം ചെയ്ത ഇയാൾ എന്താ ചെയ്യുന്നത്, ഇദ്ദേഹം അവിടെ ഒരു റുവാൻഡ പ്ലാൻ എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് ഈ പയ്യനായിട്ടൊരു പ്ലാൻ കണക്ഷനും ഇല്ല, പക്ഷെ എന്നാലും റുവാൻഡ പ്ലാൻ. അതിൻ്റെ അർത്ഥം അവിടുന്ന് വന്ന ആൾക്കാരും അതല്ലാണ്ട് വന്ന ആൾക്കാരും ആഫ്രിക്കൻ, അവരൊക്കെ ഞങ്ങൾ റുവാൻഡയിലേക്ക് പറഞ്ഞയക്കും. അവിടെ സ്പെഷ്യലി ഉണ്ടാക്കിയ ജയിലിൽ ഇവരൊക്കെ പാർപ്പിക്കും, കാശ് കൊടുത്ത് സുഖമായിട്ട് ജീവിക്കാം, ജയിലിൽ പേരിന് വേണ്ടിയിട്ട്. പക്ഷെ അവരെവിടെ നിൽക്കാൻ പാടില്ല. അതായിരുന്നു നമ്മുടെ ഋഷി സുനാക്കിന്റെ പ്ലാൻ. പക്ഷെ കർഷകത്തിന് അങ്ങനെ തോറ്റുപോയ ഇലക്ഷൻ. അപ്പൊ ഇങ്ങനെ വരലും കേസ് സ്റ്റാമർ അയാൾ എന്ത് ചെയ്തു, ആദ്യം ലോൺ സ്ക്രാപ്പ് ചെയ്തു. വേണ്ട, എവിടെയുള്ളവർ എവിടെ തന്നെ നിന്നോട്ടെ. ഇവരൊക്കെ ബോട്ടിൽ കയറി വന്ന ആൾക്കാരാണ്, കയ്യിൽ പാസ്പോർട്ട് ഇല്ല, ഒന്നുമില്ല, എവിടുന്ന് വന്നാണ്, അവൻ്റെ ക്രിമിനൽ റെക്കോർഡ് ഉണ്ടോ ആ രാജ്യത്തിൽ, ഒന്നും അറിഞ്ഞൂടാ. അവരങ്ങോട്ട് കയറ്റി പാർപ്പിച്ചു. ഈ പറഞ്ഞ മാതിരി പോളണ്ട് വിട്ട് ബാക്കി എല്ലാ രാജ്യങ്ങളും യൂറോപ്പിലെ ഓപ്പൺ ആംസ് വിളിച്ചവരൊക്കെ.
ഇവരാരും സൗദി അറേബ്യയിൽ പോവില്ല, ഇവരാരും UAE പോവില്ല, ഇവരാരും ഒമാനിൽ പോവില്ല, ഇവരാരും ഖത്താറിൽ പോവില്ല. പക്ഷെ ഇവർ UK വരും, ജർമ്മനിയിലേക്ക് വരും, ഫ്രാൻസിലേക്ക് വരും. അതാണ് ഇവരുടെ സ്ട്രാറ്റജി. അങ്ങനെയാണ് ഈ നമുക്കത് നാളെ ഇപ്പം നമ്മുടെ ഈ ബംഗ്ലാദേശിക്കാരും നമ്മുടെ അവിടെ വന്ന് നമ്മുടെ ജോലിയെല്ലാം കൊണ്ടുപോയി നമ്മൾ മിണ്ടാണ്ടിരിക്കും, നമ്മൾ അടിക്കില്ല, തിരിച്ചടിക്കുക, അത് ഉണ്ടാവും, നാച്ചുറൽ ആണ്. ഇതാണ് അവിടെ നടക്കുന്നത് ധനുഷ്. അല്ല, ഇവിടെ ഇപ്പൊ ഈ കലാപം നടക്കുന്നു എന്ന് പറയുമ്പോഴും ഈ ബ്രിട്ടീഷ് കലാപം ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് സാറേ ഇതൊരു ഏഷ്യൻ വിരുദ്ധ കലാപമായി മാറുകയാണ് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഈ എങ്ങനെ സർവൈവ് ചെയ്യും അവിടെയുള്ള മുസ്ലിം ജനത എന്നുള്ളൊരു ചോദ്യം വലിയൊരു ചോദ്യമല്ലേ? എന്താണ് ബ്രിട്ടീഷുകാർക്ക് ഈ ജനതയോട് ഇപ്പോ ഇത്രയ്ക്ക് വിരോധം? അത് ഇതാണിത്, വേറെ ഒന്നുമില്ല. ഇപ്പം നമ്മളോട് റോഹിംഗ്യാസ് വന്നു എന്നിട്ട് നമ്മളവിടെ കുറെ കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. ഇവരൊരു റോഹിംഗ്യ തന്നെയാണെന്ന് ആലോചിച്ചാൽ ഇവർ അങ്ങനെയാണ് കയറി വരുന്നത്. ഇവർ ആദ്യം ഒരാൾ വരും, ഒരാൾ കയറി വന്ന് മറ്റവരെ കൊണ്ടുവരും. അവിടെ ഒരു പെർമനന്റ് റെസിഡന്റ് ആയിരിക്കും ഒരാൾ, സ്ത്രീയോ ആണ്, അവനോട് കല്യാണം കഴിക്കും. കല്യാണം കഴിച്ച് സിറ്റിസൺഷിപ്പ് ഇട്ട് അടുത്ത ദിവസം ഡിവോഴ്സ് ചെയ്യും. മാരേജ് ഓഫ് കൺവീനിയൻസ് ആണ്, കല്യാണം അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ചെയ്യണതാണ്. ഇപ്പോൾ US നടക്കുന്ന ഈ റാക്കറ്റ്. പിന്നെ ആരും ചെയ്യും, 4 പേരെ കല്യാണം കഴിക്കും. മുസ്ലിം 4 പേരെ കല്യാണം കഴിക്കണം, 4 പേരും ഡിവോഴ്സ് ചെയ്യും. പിന്നെ അവർ പോയി, അവർ സിറ്റിസൺ ആയി കഴിഞ്ഞു, അവർ പോയി പിന്നെയും 4 കെട്ടും, പിന്നെയും അവിടുന്ന് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവരിപ്പോൾ ലണ്ടനിലെ മേയർ മോൾക്ക് ഒരു മുസ്ലിമാണ്, നമുക്കറിയാം, ലാസ്റ്റ് ഒരു 5-6 കൊല്ലമായിട്ട് പാകിസ്ഥാനിക്കാരനാണ്. ഈ കണ്ടിരിക്കണം അവിടത്തെ ഒറിജിനൽ ബ്രിട്ടീഷുകാർക്ക് ഇത് അവർക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവർക്ക് തോന്നിയമാതിരി കാശ് കൊടുക്കുക, ഇവരെ പാർപ്പിക്കുക, എല്ലാം ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഈ സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇത് എവിടെയെങ്കിലും വെച്ച് നിർത്തണം, ഇവരൊക്കെ തിരിച്ചു പറഞ്ഞേ ഉണ്ടാവാൻ പോകുന്നില്ല, അത് വേറെ കാര്യം. പക്ഷെ ഒരു പ്രൊട്ടസ്റ്റിങ് നടക്കുന്നുണ്ട്. ഇപ്പൊ ബ്രിട്ടീഷുകാർക്ക് തന്നെ മനസ്സിലായി ഇവരെ കയറ്റിപ്പോ അവിടെ നിർത്തിയിട്ട് കാര്യമില്ല. ഇവർ വെറുതെ വീട്ടിലിരുന്ന് നമ്മൾ കൊടുക്കുന്ന ടാക്സ് പെയർ കാശ് എടുത്ത്, പിന്നെ അല്ലെങ്കിൽ നാഷണൽ ഹെൽത്ത് സർവീസ് ഫ്രീ ആണ് അവിടെ. ഹെൽത്ത് ആർക്ക് വേണമെങ്കിൽ ഏത് ഹോസ്പിറ്റലിൽ വേണം പോകാം, പക്ഷെ ഒക്കെ ഗവൺമെന്റ് എല്ലാം കംപ്ലീറ്റ് നാഷണൽ ഹെൽത്ത് സർവീസ് എന്ന് പറയും, അതും ഫ്രീ ആണ്. ബിക്കോസ് ബ്രിട്ടനിലെ ടാക്സ് കാനഡ മാതിരിയാണ്, ഹൈ ടാക്സേഷൻ ലെവൽസ് ആണ്. അപ്പൊ കാശ് കൊടുക്കും. 10 പൈസ കൊടുക്കാത്തവൻ സുഖമായിട്ട് വീട്ടിൽ നിന്ന് ഈ പറഞ്ഞ മാതിരി ബിരിയാണിയും കഴിച്ചിരിക്കാൻ പറ്റും. അതാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അത് കണ്ടിരിക്കണം ബ്രിട്ടീഷുകാർ പറഞ്ഞത്, ഞങ്ങളുടെ രാജ്യം തിരിച്ചു വേണം, നിങ്ങൾ അവിടെ വേണ്ട. നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ ഏഷ്യൻ ഇത് ആവാൻ കാരണം ഈ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഡാറ്റ റിലീസ് ചെയ്യുന്നില്ല. സ്വീഡൻ ചെയ്തിരുന്നത്, സ്വീഡനിൽ ഏത് ഇൻസിഡന്റ് നടന്നാലും സ്വീഡൻ പറയും ഇന്ന രാഷ്ട്രക്കാരെ ചെയ്തത്. ഞാൻ എക്സാമ്പിൾ, അവിടെ കുറെ ഈ ഗ്രൂമിങ് ഗ്യാങ്സ് പറയുന്നത്, ചെറിയ പെൺകുട്ടിയോളെ അവരെ ഗാങ്ങിൽ എടുത്തിട്ട് അവരെ എൻറ്റൈസ് ചെയ്തിട്ട് ഡ്രഗ്സ് ഒക്കെ കൊടുത്തിട്ട് അവരെ മുസ്ലിം ആക്കി മാറ്റും. ഗ്രൂമിങ് ഗ്യാങ്സ് എന്ന് പറയും. അത് ചെയ്തിരുന്നത് പാകിസ്ഥാനിക്കാരായിരുന്നു. കുറെ പേര് അറസ്റ്റ് ചെയ്ത്, കുറെ പേര് ഇപ്പോഴും ജയിലിലുണ്ട്. സെക്ഷലി ഹരാസ് ചെയ്ത് അവരെ ഫോട്ടോ എടുത്ത് വീഡിയോ ഒക്കെ ഉണ്ടാക്കി, അങ്ങനെ കുറെ കലാപരിപാടികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അഗേൻസ്റ്റ് അവിടുത്തെ ഗവൺമെന്റ് പറഞ്ഞു ദീസ് ആർ ഏഷ്യൻ ഗ്യാങ്സ്, പാകിസ്ഥാനി എന്ന് പറഞ്ഞില്ല. അതിന്റെ അർത്ഥം ഇന്ത്യക്കാരൊരു പെട്ടു. അതേസമയം അവര് വേറൊരു ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ അവിടെ ഒരു സ്മഗ്ലിങ്ങിന്റെ ഇൻസിഡന്റ് ഉണ്ട്, ആൾക്കാരെ സ്മഗിൾ ചെയ്തു. അത് അൽബേനിയ എന്നുള്ള കുറെ പാർട്ടികളാണ് ചെയ്തത്. അത് വന്നപ്പോൾ കറക്റ്റായിട്ട് അവിടുത്തെ BBC-യും ബാക്കിയുള്ള ചാനലുകളൊക്കെ പറഞ്ഞു അൽബേനിയൻ പീപ്പിൾ. അത് ശരി, അപ്പൊ അവിടെ നിങ്ങൾക്ക് പറ്റും അൽബേനിയ, അല്ലെങ്കിൽ അവിടെ മൊത്തം യൂറോപ്പിന്റെ പേര് പറയണ്ടേ, നിങ്ങളൊന്ന് മൊത്തം യൂറോപ്പിന്റെ പേര് പറയാത്തത്, അൽബേനിയ മാത്രം പറയേണ്ടത്. യൂറോപ്യൻ ബേസിക് ഇന്ത്യൻസിന് വരുമ്പോൾ അവർ പാകിസ്ഥാനിക്കാരെ കൂടെ കൂട്ടി, ബംഗ്ലാദേശുകാരെ കൂടെ കൂട്ടി, അവരെല്ലാം കൂടിയിട്ട് ഏഷ്യൻസ് ആക്കി. അതാണ് ഇന്ത്യൻസും നേരെ പ്രൊട്ടസ്റ്റ് നടക്കുന്നത്. ഇന്ത്യൻസും ഈ പറഞ്ഞ മാതിരി അവിടെ ഖാലിസ്ഥാനിക്കാർക്ക് പറഞ്ഞ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇവൻ US അവർ ചോദിച്ചു ഒസാമ ബിൻ ലാഡന്റെ മാതിരി ഉണ്ടോ കാണാൻ, ഇവനും തല്ലുന്നുണ്ട്. അപ്പോൾ പണ്ടുണ്ടായത് ഇൻസിഡന്റ് ആണ്, ഇത് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഈ ഹേറ്റ് ക്രൈം എന്ന് പറയുന്നത് ധനുഷെ ഇത് വരുത്തി വെച്ചതാണ് ബ്രിട്ടൻ. നമ്മളവിടെ വന്ന് കുറെ കാലം ഭരിച്ചു പോയ ആൾക്കാരല്ലേ, ഇനി ഇവർ കുറച്ച് സഹിക്കട്ടെ, അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, അതാണ് ഞാൻ പറയാൻ വന്നത്. അതായത് മുടിയട്ടെ, ബ്രിട്ടൻ നമ്മളെ കുറെ നാള് ഭരിച്ച് നമ്മളെ അടക്കി വച്ചിരുന്നതല്ലേ, എവര് വിതച്ചിട്ട് പോയ വിത്തുകളാണ് ഇത് എന്നുള്ളതാണ്. അതായത് കർമ്മ ഈസ് എ ബിച്ച് എന്നാണ് പറയുന്നത്. ഇന്ത്യക്കാരനെ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് പിരിച്ച് മതത്തിന്റെ പേരിൽ പിരിച്ചു വെച്ചിട്ട് പോയിട്ട്, ഇന്ത്യയും പാകിസ്ഥാനും എപ്പോഴും ഒരു വികസനം വരുമ്പോൾ രണ്ടുപേരും തമ്മിൽ അടിച്ചടിപെട്ട് പറഞ്ഞ രീതി പോയിട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ബ്രിട്ടനിൽ പോയി പ്രശ്നം ഉണ്ടാക്കുന്നത് പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും ഒക്കെയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഇപ്പൊ പാരീസ് എടുത്ത് നോക്കൂ, പാരീസ് അത്ലറ്റ്സിന് പാരീസ് ഹിജാബ് നിരോധിച്ചിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രശ്നമായി. അതേസമയം സാറ് വേറൊരു കാര്യം ആലോചിക്കണം, പാരീസ് അത്ലറ്റ്സിന് ഹിജാബ് നിരോധിച്ചപ്പോൾ ഇവിടെയുള്ള മാധ്യമങ്ങൾ മുഴുവൻ പറഞ്ഞത് ഇതെന്ത് തെണ്ടിത്തരമാണെന്നാണ് പറഞ്ഞത്. അതേസമയം ഖത്തർ വേൾഡ് കപ്പില് അവിടെ
നമ്മുടെ ബിയർ കുടിക്കാനായിട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞ എന്താണ്, ആ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുശാസിക്കണ്ടേ സുഹൃത്തെ എന്നാണ് ഖത്തർ വേൾഡ് കപ്പിന്റെ കാര്യത്തിൽ പറഞ്ഞത്. പാരീസിൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു, ഒളിമ്പിക്സ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, അപ്പൊ സ്വീഡനിൽ കലാപം ഉണ്ടാകുന്നു, ബ്രിട്ടനിലേക്ക് ആ കലാപം വ്യാപിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇനി വരുന്ന ഒരു 10 വർഷത്തിനുള്ളിൽ യൂറോപ്പിന് സംഭവിക്കാൻ പോകുന്നത് അതിഭീകരമായിട്ടുള്ള ഒരു കാര്യം. ഇപ്പൊ എന്നെ കാണാൻ വരുന്ന അല്ലെങ്കിൽ എന്റെ ചില സുഹൃത്തുക്കളൊക്കെ ബ്രിട്ടനിലോട്ട് പോയിട്ടുണ്ട്. ഞാൻ അവരെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അവര് പറയുന്നത് ഇപ്പൊ ബ്രിട്ടൻ എന്ന് പറഞ്ഞാൽ പഴയ ബ്രിട്ടൻ ഒന്നുമില്ല. പല സ്ഥലങ്ങളും ഇപ്പോ വളരെ ഈ പിന്നെ സൗദി അറേബ്യയിൽ നമ്മുടെ UAE പാകിസ്ഥാനൊക്കെ ആരില്ലല്ലോ, യുവമാര് വന്ന് അവിടെ അടിഞ്ഞുകൂടി അതിനെക്കാട്ടിലും കേവലം കെട്ട സ്ഥലങ്ങളായി മാറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതൊരു പൊതുശല്യമായിട്ട് അവരവിടെ മാറുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ള അഭയാർത്ഥികൾ, ഏറ്റവും ആയിട്ടുള്ള അഭയാർത്ഥികൾ ഈ ഗോത്രീയ സ്വഭാവവുമായിട്ട് അങ്ങോട്ട് ആൾക്കാരാണ്. അവർക്ക് വെട്ടൊന്ന് മുറി രണ്ട് എന്ന സ്വഭാവമാണ്. അതുകൊണ്ടാണ് ഒന്ന് പറഞ്ഞ് രണ്ടിന് കത്തി എടുത്ത് കുത്തുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്വഭാവക്കാരെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്റെ ചോദ്യം, ബ്രിട്ടൻ ഇത് നേരിടും. ഇന്നലെ ഞാനൊരു റിപ്പോർട്ട് കണ്ടത്, ഇനി മലയാളികൾക്ക് ബ്രിട്ടനിലേക്ക് പ്രവേശനം എന്താണ് വളരെ ഹെവി പ്രോസസ്സ് കഴിഞ്ഞിട്ടായിരിക്കും. അത്രയ്ക്ക് ഇപ്പോഴേ പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇനി അങ്ങോട്ട് പ്രവേശനത്തിന്റെ കാര്യം ചിന്തിക്കുക പോലും വേണ്ട എന്നാണ് പല ആൾക്കാരും പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ചോദിക്കുന്നത്, ബ്രിട്ടൻ ഇതിനെ എങ്ങനെയാണ് നേരിടാനായിട്ട് പോകുന്നത്? ഈ കലാപത്തിനെ ഇവർ എങ്ങനെ അടിച്ചമർത്തും? ഇതിനെ എങ്ങനെ ഇവർ ടാക്കിൾ ചെയ്യും? അടിച്ചമർത്താനൊന്നും പറ്റില്ല ധനുഷ്. എന്തറിയാ, ഇത് പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന അവരുടെ ആൾക്കാർ തന്നെയാണ്. ബ്രിട്ടീഷുകാർ തന്നെ പ്രൊട്ടസ്റ്റ്. ഇത് പാകിസ്ഥാനിക്കാരോ അല്ലെങ്കിൽ ബംഗ്ലാദേശിക്കാരോ അല്ലെങ്കിൽ ഇവൻ ഇന്ത്യൻസ് തുടങ്ങി വെച്ചാൽ അത് വേറൊരു കാര്യം. പിന്നെ ഈ പറഞ്ഞ മാതിരി അവിടെ ചെന്ന് അവർക്ക് വേണ്ടത് ടാലന്റ് ആണ്. അവർക്ക് ഈ ഡോക്ടർമാർ വേണം. ഒരു ഡോക്ടർമാർ വളരെ കുറവാണ് അവിടുത്തെ. നഴ്സുമാർ വേണം. അതേമാതിരി ടെക്നിക്കൽ IT മാർക്കുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വേണം. അവർക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഇങ്ങനത്തെ എക്സ്പെർട്ടീസുള്ള ആൾക്കാർ വേണം, റോബോട്ടിക്സ്. അല്ലാണ്ട് അവർക്ക് പണ്ട് സൗദിയിൽ പോയിരുന്ന മാതിരിയാണ് മാനുവൽ ലേബർ വേണ്ട. അവർക്ക് അതിനോട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പ്രോബ്ലം ഇപ്പൊ എന്താ പറ്റും, ഇപ്പൊ കാനഡ മാതിരി രാജ്യത്തിൽ എന്താ, അവിടെ ആൾക്കാരില്ല റോട്ടിൽ. ഒരു ഊബറിന് ഡ്രൈവർ കിട്ടണമെങ്കിൽ നമുക്ക് പുറത്തു നിർത്താൻ വരണം. അവൻ വന്നിട്ടാണ് അവിടെ ഊബർ ഡ്രൈവർ ആവുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഫുഡ് ഡെലിവറി, ആപ്പ് ഡെലിവറി ചെയ്യാനുള്ള ആൾക്കാരൊക്കെ പുറത്തു വന്ന ആൾക്കാരാണ്. ഈ പ്രോബ്ലം ഈ UK ഇത് വരുത്തി വെച്ചതാണ്. മാർഗരറ്റ് താച്ചർ കഴിഞ്ഞിട്ട് വന്ന പ്രധാനമന്ത്രിമാരെല്ലാവരും വീക്കായിരുന്നു. അവരായിരുന്നു ലാസ്റ്റ് ഒരു അവിടുത്തെ ഇന്ദിരാഗാന്ധി. അത് കഴിഞ്ഞ ഒറ്റ ശരിയായിട്ടില്ല. അതിന്റെ ഒരു റിസൾട്ടാണ് നമ്മൾ കാണുന്നത്. ബ്രിട്ടനിൽ ഈ പറഞ്ഞ മാതിരി വാൻസ് പറഞ്ഞ മാതിരി, US വൈസ് പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് പറഞ്ഞ മാതിരി, ബ്രിട്ടൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായി മാറും ഒരു അടുത്ത 20-30 കൊല്ലത്തിനുള്ളിൽ. അത് 100% ആവാൻ പോകുന്നത്. അപ്പൊ അവിടെ രാജാവും ഉണ്ടാവില്ല, റാണി ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. എല്ലാവരും ഈ പറഞ്ഞ് ചിലപ്പോൾ തിരിച്ച് ഇന്ത്യയിലേക്ക്, ഭാരതത്തിലേക്ക് വരേണ്ടവരവർക്കൊക്കെ അവിടെ വന്ന് താമസിച്ചോളാൻ വേണമെങ്കിൽ. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം തന്നെ അസ്തമിക്കുകയാണെന്നാണോ സാർ പറയുന്നത്? അതന്നെ നടക്കുന്നത്. അതന്നെ എക്സാക്ട്ലി നടക്കുന്നത്. ഈ അസ്തമിക്കാൻ പോവുകയാണത്. കഴിഞ്ഞു അവരൊരു ഈ പറഞ്ഞ ഒരു പണ്ടത്തെ വലിയ റോയൽ പറഞ്ഞു നടക്കാൻ വേണമെങ്കിൽ. പക്ഷെ ഇപ്പൊ ഒന്നുമില്ല അവർക്ക്. എല്ലാം അടിച്ചു പൊളിഞ്ഞ് പിരിഞ്ഞു അവിടെ കംപ്ലീറ്റ് ആയിട്ട്. ഈ മുഴുവനായിട്ട് ബ്രിട്ടൻ ആ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ ലോകം ആശങ്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ബ്രിട്ടൻ എന്ന് പറഞ്ഞാൽ യൂറോപ്പിന്റെ ഹൃദയഭാഗമാണ്. ആ ഒരു സ്ഥലത്തേക്ക് വലിയൊരു ഇസ്ലാമിക് റിപ്പബ്ലിക് ആയിട്ട് പരിണമിക്കുകയാണെങ്കിൽ, ഇപ്പോ എല്ലാ തരത്തിലും ബ്രിട്ടൻ വലിയൊരു സാമ്പത്തിക ശക്തിയാണ്. താഴെയാണെങ്കിൽ പോലും ബ്രിട്ടൻ ഇപ്പോൾ ഒരു സാമ്പത്തിക ശക്തിയാണ്. ബ്രിട്ടന്റെ കയ്യിൽ സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വെപ്പൺസ് ഉണ്ട്. ഇത് യൂറോപ്പിനെ വളരെ വലിയ രീതിക്കുമല്ലോ പിടിച്ചു കുലുക്കുമല്ലോ യൂറോപ്യൻ ജനതയെ. പ്രത്യേകിച്ച് അമേരിക്ക ഈ കാര്യത്തിൽ വലിയ രീതിയിൽ ഇടപെടാനുള്ള സാധ്യതയുണ്ടല്ലോ. അങ്ങനെ പോകാൻ അനുവദിക്കുമോ സാർ? 40 കൊല്ലത്തിനകം ഇസ്ലാമിക് റിപ്പബ്ലിക് അടിക്കാനായിട്ടിരിക്കുമോ? സംശയമില്ല അതിൽ. ബിക്കോസ് പോപ്പുലേഷൻ അങ്ങനെയാണ്. അവരുടെ ഒരു എന്താ പറയുക, ഒരു ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറയാം. അതായത് പാകിസ്ഥാനി ഡയസ്പോറ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ ഓരോ സിറ്റിയിൽ അവരുടെ ഡെമോഗ്രാഫിക് പ്രൊഫൈൽ മാറിക്കൊണ്ടുവരും. അപ്പൊ നമ്മുടെ അസ്സാമിലും ബംഗാളിലും ഇപ്പോഴത്തെ ഈവൻ ജാർഖണ്ഡ് പറയണ്ട, ബംഗ്ലാദേശിൽ വന്ന ആൾക്കാർ മൊത്തം അവിടെ വന്നിരുന്ന അവരുടെ കംപ്ലീറ്റ് പ്രൊഫൈൽ മാറ്റിക്കളഞ്ഞു. ഇതെല്ലാം അസ്സാമിലുണ്ടായിരുന്ന അടി. പണ്ട് ഓൾ അസാം സ്റ്റുഡൻസ് യൂണിയൻ ഉണ്ടാക്കി കുഴപ്പമോടെ അടി ഉണ്ടാക്കിയിട്ട് അവസാനം പ്രഫുൽ ഖുറ മഹന്തെ, രാജീവ് ഗാന്ധി കൂടി സൈൻ ചെയ്തിട്ട് NRC നടത്തിയ ആദ്യ സ്ഥലമാണ്. ഇവിടെ പിണറായി പറയും ഞങ്ങൾ NRC നടക്കാനോ സമ്മതിക്കില്ല എന്ന് പറയും. ആദ്യം NRC നടത്തിയ സ്ഥലമാണ്. സുപ്രീം കോടതി പറഞ്ഞിട്ട് നടത്തി അവിടെ. അപ്പൊ അതാണ് നമ്മുടെ നാട്ടിൽ കയറി വന്ന്. ഇപ്പൊ കേരളത്തിൽ ഇതിൽ കുറവൊന്നുമില്ല. കേരളത്തിലെ പ്രൊഫൈൽ മൊത്തം മാറി തുടങ്ങി. ഈ പറഞ്ഞ മാതിരി ബംഗ്ലാദേശികൾ ബംഗാളികളായിട്ട് വന്ന് അവിടെ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി, അവിടുത്തെ റേഷൻ കാർഡ് എടുത്ത്, അവിടുത്തെ വോട്ടർ ID എടുത്ത്, പിന്നെ അവിടുത്തെ പാസ്പോർട്ട് എടുത്ത്, പിന്നെ അവൻ പറയും ഞാൻ അവിടുത്തെ താമസിക്കാൻ പോകണം. അവസാനം മലയാളികൾക്ക് സ്ഥലമില്ല അവരാണ് കേരളത്തിൽ. ആ കണ്ടീഷനിലേക്ക് കേരളം എത്തും, സംശയമില്ല. എന്താ പറയുക, നമുക്കല്ല, വേറെതല്ല, ഇതേ ബ്രിട്ടീഷ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ്. അവർക്ക് ആദ്യം ലോവർ എൻഡിൽ വർക്ക് ചെയ്യാനുള്ള ആൾക്കാർ വേണമായിരുന്നു. ഏത് മാനുവൽ ലേബർ ആയിട്ട് അവരെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വേണമെന്ന് അവരും വന്നു തുടങ്ങി. ഇപ്പൊ എന്ത് പറ്റി, ആദ്യം വന്ന ആൾക്കാര് അവരൊരു അവിടെ സ്ഥാപനമാക്കി, അവിടെ കംപ്ലീറ്റ് ആയിട്ട് അവിടെ രാജ്യമാക്കി മാറ്റണം. അതാണ് ബ്രിട്ടനിൽ നടക്കുന്നത്. ആൻഡ് ബ്രിട്ടൻ ഐ തിങ്ക്
കഴിഞ്ഞു. ബ്രിട്ടൻ ഇനി ഒന്നും ഇല്ല അവിടെ ഇനി മുമ്പിലേക്ക് പോകും. അവർക്ക് പറഞ്ഞു കൊടുക്കാം, പണ്ട് ഞങ്ങൾ വലിയൊരു രാജ്യമായിരുന്നു, പണ്ട് ഞങ്ങൾ ലോകം മുഴുവൻ ഭരിച്ചിരുന്നായിരുന്നു, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു. അതൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ മ്യൂസിയത്തിൽ കൊണ്ടുവയ്ക്കാൻ വേണം. എന്തായാലും അത് തന്നെയാണ് ഏറ്റവും അവസാനം എനിക്കും പറയാനുള്ളത്. ഞാൻ പറയുന്നില്ല, കർമ്മഫലം എന്നുള്ള സംഭവം അനുഭവിച്ചേ മതിയാവൂ. ഒരു സമയത്ത് ലോക രാജ്യങ്ങളെ മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന സൗത്ത് ആഫ്രിക്ക അടക്കം ബ്രിട്ടന്റെ കയ്യിലായിരുന്നല്ലോ. ആ ആഫ്രിക്കൻ കൺട്രീസ് മുഴുവൻ നശിപ്പിച്ചത് ബ്രിട്ടനാണ്. ഒരു കണ്ണീച്ചൊരയില്ലാതെ ആഫ്രിക്കൻ കൺട്രീസിൽ കയറി അവരുടെ വിഭവശേഷികളെല്ലാം കൊള്ളയടിച്ച് ഇന്ത്യ ലോകത്തിന്റെ 42% GDP സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ഇന്ത്യ ഇന്ന് അവര് ഇറങ്ങിപ്പോകുമ്പം ലോകത്തിന്റെ 1% പോലും സപ്ലൈ ചെയ്യാത്ത രീതിയിൽ ആ ലണ്ടൻ എന്ന് പറഞ്ഞ നഗരം മുഴുവൻ കെട്ടിപ്പൊക്കിയിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ലൂട്ട് ചെയ്ത് കൊണ്ടുപോയ മണി കൊണ്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരെയും നശിപ്പിച്ച് നാറാണക്കല്ലെടുത്ത് നമ്മളെ അപരിഷ്കൃതരായിട്ടുള്ള ഒരു ജനതയാക്കി കൂപ്പുകുത്തിച്ച് ഇവന്മാരുടെ ഉച്ഛിഷ്ടം വരെ ഭക്ഷിപ്പിച്ച് അങ്ങനെയുള്ള പല നമ്മുടെ തനതായിട്ടുള്ള ഭക്ഷണ സംസ്കാരം പോലും തകർത്ത് എല്ലാ മേഖലയിലും കൈവച്ചു. അവസാനം മതം പറഞ്ഞ് തമ്മിലടുപ്പിച്ച് ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശുമാക്കി ആഫ്രിക്കയെ ഏറ്റവും അപരിഷ്കൃതമായിട്ടുള്ള രാജ്യമാക്കി മാറ്റി അവരെ അങ്ങനെ ചിത്രീകരിച്ച് അങ്ങനെ പോയ ബ്രിട്ടന്റെ പതനം എന്ന് പറയുന്നത് അവരുടെ കർമ്മഫലത്തിലൂടെയാണ് വന്നിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ നിർവാഹവുമില്ല. ആഫ്രിക്കയിൽ നിന്നും കുടിയേറുന്ന ആൾക്കാർ ഇന്ത്യയല്ല പാകിസ്ഥാനും ബംഗ്ലാദേശും പോലെയുള്ള കുടിയേറുന്ന ആൾക്കാർ നമ്മൾക്ക് വേണ്ടി വെച്ച കെണിയാണിത്. പക്ഷെ ആ കെണിയിൽ അവര് തന്നെ വീഴുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. വിത്തുകൾ പലതും ഇവിടെ പാകിയിട്ടിട്ട് പോയിട്ടുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എപ്പോഴൊക്കെ വളരാനായിട്ട് ശ്രമിക്കുന്നുവോ ആ വിത്തുകൾക്കെല്ലാം അപ്പോൾ വെള്ളം ഒഴിച്ച് അതൊരു പടുവൃക്ഷമാക്കി വളർത്താനായിട്ട് ശ്രമിക്കും. അങ്ങനെയാണ് ഇന്ദിരാഗാന്ധിയുടെ കാര്യത്തിൽ ഉണ്ടായത്. ഒരു ശക്തമായിട്ടുള്ള ഒരു ഭരണാധികാരി എപ്പോ ഇന്ത്യയിൽ വരുന്നെന്ന് കണ്ടാലും ഈ പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഉടനെ തന്നെ വലിയ പഴയ വിത്തുകളെല്ലാം തടഞ്ഞെടുക്കും. അത് തന്നെയാണ് നരേന്ദ്രമോദിയുടെ കാര്യത്തിലും സംഭവിക്കുന്നത്. പക്ഷേ പൗരത്വ നിയമ ഭേദഗതിയും കർഷക സമരവും പിന്നെ അത് രണ്ടും ഫലിക്കില്ല എന്ന് കണ്ടപ്പോൾ അവര് തന്നെ തുടങ്ങി വെച്ചിട്ട് പോയ മണിപ്പൂരിന്റെ വിഷയം എടുത്തിട്ട് മണിപ്പൂരിന് ഫണ്ട് ചെയ്യാൻ തുടങ്ങി. അതും നടക്കുന്നില്ല. ഇനിയിപ്പം അവരുടെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ജാതി സെൻസസ് ആണ്. ഈ 3ാമത്തെ ടേമിൽ നരേന്ദ്രമോദി എങ്കിലും താഴെ ഇറക്കാൻ ജാതി സെൻസസ് കൊണ്ടിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പക്ഷെ ഒരു സൈഡിൽ കൂടെ ബ്രിട്ടൻ നശിക്കുകയാണ് എന്നുള്ള കാര്യം അവർ നല്ലപോലെ മനസ്സിലാക്കുന്നുണ്ട്. ഇതൊക്കെയാണ് കാലത്തിന്റെ കാവ്യനിധി എന്ന് ചിലപ്പോൾ നമുക്ക് പറയേണ്ടി വരും. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം സാർ. താങ്ക് യു സോ മച്ച്. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.